ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിലാൻഡിൽ നിന്ന് എങ്ങനെ ഒരു പാസ്പോർട്ട് റീഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ വില്ലിംഗ്ടൺ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് കാണാവുന്നതാണ്. ഇതിൽ പാസ്പോർട്ട് സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാസ്പോർട്ട് സർവീസ് എന്ന പേജിലേക്ക് പോകുന്നു. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന സർവീസ് നമുക്ക് കാണാവുന്നതാണ്. ഇതിലിപ്പോൾ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് ഫോർ ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 15 years എന്നാണ് ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കാൻ പോകുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഓൺലൈൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കൻസ് ഫില്ല് ചെയ്യണം. ഇത് 15 വയസ്സ് താഴെയുള്ള കുട്ടികളായതുകൊണ്ട് ഗാർഡിയൻസ് അല്ലെങ്കിൽ പാരൻസ് ആണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്. അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ന്യൂസിലാൻഡ് എന്ന കൺട്രി ചൂസ് ചെയ്യാം. അതിനുശേഷം ഈ പേജിലേക്ക് പോകുന്നു. ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന സർവീസുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് കാണാം. ഇതിൽ എഴുതിയിരിക്കുന്നത് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻസിന് മാത്രമാണ് പാസ്പോർട്ട് സേവാ സിസ്റ്റം ഉപയോഗിച്ച് പാസ്പോർട്ട് സർവീസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന് താഴെ എംബസി ഓർ കോൺസുലേറ്റ് എന്നുള്ളതുണ്ട്. അതിൽ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളതുകൊണ്ട് ന്യൂസിലാൻഡ് എന്ന് ചൂസ് ചെയ്യാം. ന്യൂസിലാൻഡ് വില്ലിംഗ്ടൺ എന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു. ദെൻ ഗിവൺ നെയിം സർനെയിം, അത് ആർക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആളുടെ പേരും സർനെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പാരൻസിൻ്റെ മെയിൽ ID നമുക്ക് അടിച്ചു കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് യുവർ ലോഗിൻ ID ടു ബി സെയിം ആസ് ഇമെയിൽ ID എന്നുള്ളതാണ്. അപ്പോൾ ഇമെയിൽ ID തന്നെ ലോഗിൻ ID ആയിട്ട് വെക്കാം എന്നുള്ളതിന് എസ് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ID പ്രത്യേകിച്ച് പിന്നീട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ലോഗിൻ ID നമ്മുടെ ഇമെയിൽ ID തന്നെ ടൈപ്പ് ചെയ്യുന്നു. ദെൻ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. അവരൊരു ഹിൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ലൈക്ക് ബർത്ത് സിറ്റി, ഫേവറേറ്റ് കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൽ ചൂസ് ചെയ്യാം. അതിനുള്ള ഹിൻറ്റ് ആൻസറും ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം താഴെ കാണുന്നത് എൻ്റർ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലൈഡ് എന്നുള്ളതാണ്. താഴത്തെ ബോക്സിൽ ഈ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. ഇത്രയുമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഉൾക്കൊള്ളുന്നത്. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പോപ്പപ്പ് നമുക്ക് കാണാം. ഈ പോപ്പപ്പ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മെയിലിൽ പോയി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്നത് നമ്മുടെ ലോഗിൻ ID പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജാണ് നമുക്ക് കാണുന്നത്. അതിൽ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ട് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഒരു ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിനുമുള്ള ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട 9 സ്റ്റെപ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാസ്പോർട്ട് ടൈപ്പ് എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോമാണ് ഓർഡിനറി പാസ്പോർട്ടിനുള്ളത്. പാസ്പോർട്ട് ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുക. ഫ്രഷ് പാസ്പോർട്ട് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമൽ എന്നുള്ളത്, നോർമൽ ഓർ തൽക്കാലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ചൂസ് ചെയ്യുന്നു. ദെൻ ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ് 36 pages ഓർ 60 pages, അത് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചൂസ് ചെയ്യുവാണ്. ഇപ്പം റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടിൽ അതിന് റീഇഷ്യൂ റീസൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂസ് ചെയ്യുന്നത് വാലിഡിറ്റി എക്സ്പയർഡ് വിതിൻ 3 years ഓർ ഡ്യൂ ടു എക്സ്പയർ എന്നുള്ള റീസണാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമൽ, ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ് 36 pages. ദെൻ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് പേജ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ ഗിവൺ നെയിം, സർനെയിം, ജെൻഡർ,
ഇനി ഈ ആപ്ലിക്കൻറ്റിന് ഏതെങ്കിലും മദർ നെയിംസ് ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്. ഇനി നമ്മൾ ജനിച്ചത് ഔട്ട് ഓഫ് ഇന്ത്യ ആണ് എങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് ചൂസ് ചെയ്യാം. മാരിറ്റൽ സ്റ്റാറ്റസ് കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സിംഗിൾ എന്ന് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പാൻ കാർഡ്, വോട്ടർ ID ഇതെല്ലാം അവൈലബിൾ ആണ് എങ്കിൽ അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാം. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് നമുക്ക് ജോബ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതോ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ നോട്ട് എംപ്ലോയിഡ്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, സെൽഫ് എംപ്ലോയിഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ളതുണ്ട്, അത് ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കൻറ്റിൻ്റെ പാരൻസ് ഗവൺമെൻറ് സർവൻ്റ് ആണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എസ് ഓർ നോ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ആപ്ലിക്കൻറ്റ് നോൺ ECR കാറ്റഗറിക്ക് എലിജിബിൾ ആണോ എന്നുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ആരാണ് ഈ നോൺ ECR കാറ്റഗറി വരുന്നവർ എന്നുള്ളതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അത് എസ് ഓർ നോ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വിസിബിൾ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലാക്ക് മോൾ എന്തെങ്കിലും വിസിബിൾ ആണെങ്കിൽ നമുക്കത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ആധാർ നമ്പറിലുള്ള ആപ്ലിക്കൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ബയോമെട്രിക് ഇൻഫർമേഷൻ ഇതെല്ലാം പാസ്പോർട്ട് സേവയ്ക്ക് ഉപയോഗിക്കുന്നതിന് നമ്മുടെ പെർമിഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു കൺസെൻറ്റ് പാർട്ടാണിത്. അതിന് നമ്മൾ യെസ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജ് ഫാമിലി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഫാദറിൻ്റെ പേര്, സർനെയിം, മദറിൻ്റെ പേര്, സർനെയിം. ദെൻ ലീഗൽ ഗാർഡിയൻ ഉണ്ട് എങ്കിൽ ഇവിടെ ഈ ബോക്സിൽ ലീഗൽ ഗാർഡിയൻ്റെ പേരും സർനെയിമും കൊടുക്കാം. ഇനി നമ്മുടെ ആപ്ലിക്കൻറ്റ് മൈനർ ആയതുകൊണ്ട് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് ആപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ പഴയ പാസ്പോർട്ടിലെ അഡ്രസ്സ് വ്യത്യാസമുണ്ട് എങ്കിൽ അത് ചേഞ്ച് വരുത്താനായിട്ട് പ്രൂഫ് ഓഫ് അഡ്രസ്സ് ഈ ആപ്ലിക്കേഷൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് അവർ നോട്ടെന്ന് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഫോറിൻ അഡ്രസ്സാണ് വെക്കേണ്ടതെങ്കിൽ നമ്മളതിന് എലിജിബിൾ ആണോ, അല്ലെങ്കിൽ അതിന് ഏതൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൽ വെക്കേണ്ടത് എന്നുള്ളതിന് റെലവൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പോലീസ് വെരിഫിക്കേഷന് വേണ്ടി ഒരു ഇന്ത്യൻ അഡ്രസ്സ് മസ്റ്റ് ആണെന്നുള്ളതാണ്. അതിനായി നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയാണ് റിസൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ ഇന്ത്യൻ അഡ്രസ്സ് വെക്കാമെന്നുള്ളതാണ്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിലെ പ്രിൻ്റബിൾ അഡ്രസ്സ് ഔട്ട് ഓഫ് ഇന്ത്യ ആണോ എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് ഷുവറായിട്ടും നോ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക, വില്ലേജ് ഓർ ടൗൺ ഓർ സിറ്റി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, കേരള ചൂസ് ചെയ്യാം. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് പിൻകോഡ് അടിച്ചു കൊടുക്കാം, നമ്മുടെ ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ദെൻ ഇമെയിൽ ID. ഇനി പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അറിയില്ല എങ്കിൽ നോ യുവർ പോലീസ് സ്റ്റേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനൊരു പേജിലേക്കാണ് പോകുന്നത്. ഇതിൽ നമ്മുടെ സ്റ്റേറ്റും പോലീസ് ഡിസ്ട്രിക്റ്റ് ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അത് അടിച്ചു കൊടുത്താൽ അതിനുശേഷം ഗോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഏതാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് അതർ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മുടെ നെക്സ്റ്റ് അഡ്രസ്സ് ഔട്ട് ഓഫ് ഇന്ത്യ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഷുവറായിട്ടും എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അഡ്രസ് ലൈൻ 1 ചോദിച്ചിട്ടുണ്ട്, അതായത് ഹൗസ് നമ്പർ ആൻഡ് സ്ട്രീറ്റ് നെയിം. അഡ്രസ് ലൈൻ 2 എന്നുള്ളത് വില്ലേജ് ഓർ ടൗൺ ഓർ സിറ്റി എന്നുള്ളതാണ്. ദെൻ അഡ്രസ് ലൈൻ 3 എന്നുള്ളത് സിപ്പ് കോഡ് ആൻഡ് കൺട്രി എന്നുള്ളതാണ്. നമ്മുടെ റീജിയൺ ഓർ കൺട്രി എന്നുള്ളത് ചൂസ് ചെയ്യുക. നമ്മൾ മൊബൈൽ നമ്പർ ഓർ ടെലിഫോൺ നമ്പർ ഇത്രയും അടിച്ച ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക.
ആപ്ലിക്കൻ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു പോപ്പപ്പ് കാണാം. അതിലവർ പറയുന്നത് നമ്മളുടെ അഡ്രസ്സിന് പഴയ പാസ്പോർട്ടിലെ അഡ്രസ്സ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൂഫ് ഓഫ് അഡ്രസ്സ് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ പോപ്പപ്പിൽ കാണിക്കുന്നത്. എസ് ആണെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക, ഇനി നോ ആണെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിനുശേഷം എമർജൻസി കോൺടാക്റ്റ് എന്നുള്ള ഈ പേജിലേക്കാണ് പോകുന്നത്. ഇതിൽ പാസ്പോർട്ട് സേവാ സിസ്റ്റത്തിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ആരുടെയാണോ നമ്പർ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾക്കാണ് നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ നമ്പർ നമുക്ക് എമർജൻസി കോൺടാക്റ്റ് ആയിട്ട് വെക്കാം. അതിൽ നെയിമും അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് പേജ് പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ പഴയ പാസ്പോർട്ടിൻ്റെ നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന നമ്മുടെ ഫയൽ നമ്പർ ഏതാണെന്നുള്ളതാണ്. ഇത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ അഡ്രസ് പേജിൽ ഏറ്റവും താഴത്തായിട്ട് ഫയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന നമ്മൾ ഏതെങ്കിലും ഒഫീഷ്യൽ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അവൈലബിൾ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഡീറ്റെയിൽസ് നമ്മൾ പാസ്പോർട്ട് മീൻസ് ഒഫീഷ്യൽ പാസ്പോർട്ടൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് പേജ് അതർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള പേജാണ്. ഇതിൽ കുറച്ച് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരു പേജ് വരുന്നത് പാസ്പോർട്ട് റിവ്യൂ എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കിട്ടുമ്പോൾ പാസ്പോർട്ട് കിട്ടുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോയും ആപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചറും കൊടുക്കണം. ഇതിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോ സൈസൊക്കെ പറയുന്നുണ്ട്, അത് പിന്നീട് ഞാൻ പറയുന്നതാണ്. ആപ്ലിക്കൻറ്റ് സിഗ്നേച്ചർ ഇതൊരു മൈനർ ആണെങ്കിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കുട്ടിയുടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്പോർട്ട് റിവ്യൂ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതിൽ ഒരു പോപ്പപ്പ് കാണാം. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ എന്നുള്ള പേജിലേക്കാണ് പോകുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഏത് പ്ലേസിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ പ്ലേസ് ടൈപ്പ് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനുള്ള 9 സ്റ്റെപ്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എല്ലാ പേജിൻ്റെയും അടിയിലായിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ സേവ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഓരോ ഇൻഫർമേഷൻസും എല്ലാം സേവ് ആവുകയും ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ഇൻഫർമേഷനും ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 ദിവസമായിട്ട് നമുക്ക് ഈ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും ഇടാനുള്ള ഒരു പേജുണ്ട്. അതിൽ ഒരു കുട്ടിക്കാണ് നമ്മൾ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സിഗ്നേച്ചർ ഇടുന്നതിന് പകരം അവിടെ തമ്പ് ഇംപ്രഷൻ വയ്ക്കാവുന്നതാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി $86 നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്ലിക്ക് ഹിയർ ഫോർ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ വില്ലിംഗ്ടൺ എന്ന പേരിലാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. പിന്നെ പർട്ടിക്കുലേഴ്സായിട്ട് വെക്കേണ്ടത് നമ്മുടെ സർനെയിം ഓർ നെയിം,
കോഡ് വെക്കേണ്ടത് പാസ്പോർട്ട്. ദെൻ റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് കാണാം. അതിൽ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ARN എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പാസ്പോർട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണമെന്ന് നോക്കാം. അതിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ന്യൂസിലാൻഡ് വിസയുടെ കോപ്പി വെക്കണം. ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ട്, അത് അറ്റസ്റ്റഡ് കോപ്പിയൊന്നും വെക്കാൻ പാടില്ല, ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ വെക്കണം. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഒറിജിനൽ പാസ്പോർട്ട്, അതായത് ന്യൂ പാസ്പോർട്ട് കിട്ടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഓൾഡ് പാസ്പോർട്ടും നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ 4 ഫോട്ടോഗ്രാഫ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈസും ഉണ്ട്. 51x51 ആണ്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതിൽ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യുക. ബാക്കി 3 ഫോട്ടോസ് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഒപ്പം പോകേണ്ടതാണ്. ഈ ഫോട്ടോസ് സ്റ്റേപ്പിൾ ചെയ്യാനോ പിൻ ചെയ്യാനോ പാടില്ല. ഈ ഫോട്ടോ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഫോട്ടോ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അനക്ഷർ ഇ എന്ന് പറയുന്ന ഈ ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫോം ബോത്ത് പാരൻസ് മസ്റ്റായിട്ടും സൈൻ ചെയ്തിരിക്കണം. അനക്ഷർ ഇ എന്ന് പറയുന്ന ഫോം ഇതാണ്. ഇത് ആപ്ലിക്കൻറ്റിൻ്റെ ഡിക്ലറേഷൻ ഫോമാണ്. ഈ കൊടുത്തിരിക്കുന്ന ഓൾ ഫീൽഡ്സ് മാൻഡറ്ററി ഫീൽഡാണ്. ഫസ്റ്റായിട്ട് കുട്ടിയുടെ പേരെഴുതുക. ഇവിടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ പേരെഴുതാവുന്നതാണ്. ഇവിടെ ന്യൂസിലാൻഡ് അഡ്രസ്സ് കൊടുക്കുക. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അടുത്ത് നെസറി ഫീൽഡ് എന്ന് പറയുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ നമ്മൾ എത്ര നാൾ മുതൽ താമസിച്ചു എന്നുള്ള ഡേറ്റ് ഓഫ് കമൻസ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ലാസ്റ്റായിട്ട് പ്ലേസ് ഡേറ്റ് കൊടുക്കുക. കുട്ടി മൈനർ ആയതുകൊണ്ട് ഇവിടെ പാരൻസിൻ്റെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. നെക്സ്റ്റ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് JP അറ്റസ്റ്റ് ചെയ്ത്, അതായത് ജസ്റ്റിസ് ഓഫ് പീസ് അറ്റസ്റ്റ് ചെയ്ത പാരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പിയും ന്യൂസിലാൻഡ് വിസ കോപ്പിയും ആപ്ലിക്കേഷൻ്റെ ഒപ്പം വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാസ്പോർട്ട് കോപ്പിയുടെ ഫ്രണ്ട് പേജും ബാക്ക് പേജും JPയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അനക്ഷർ D എന്ന് പറയുന്ന ഈ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഈ ഫോമിലും ബോത്ത് പാരൻസ് മസ്റ്റായിട്ടും സൈൻ ചെയ്തിരിക്കണം. അനക്ഷർ D എന്ന് പറയുന്ന ഫോം ഇതാണ്. ഇത് ആപ്ലിക്കൻ്റെ പാരൻസിൻ്റെ ഡിക്ലറേഷൻ ഫോമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം മാൻഡറ്ററി ഫീൽഡാണ്. ആദ്യമായിട്ട് ഇവിടെ പാരൻസിൻ്റെ പേരെഴുതുക. ഇവിടെ ന്യൂസിലാൻഡ് അഡ്രസ്സ് കൊടുക്കാം. ഇവിടെ കുട്ടിയുടെ പേര്, ഇവിടെ പാരൻസിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ കൊടുക്കേണ്ടത് കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പിന്നെ ലാസ്റ്റായിട്ട് പ്ലേസ് ഡേറ്റ് കൊടുക്കുക. ഇവിടെ സിഗ്നേച്ചർ ഓഫ് ഫാദറിൻ്റെ പാസ്പോർട്ട് നമ്പർ, ആധാർ കാർഡ് നമ്പർ, വോട്ടർ ID കാർഡ് നമ്പർ, അതുപോലെ തന്നെ മദറിൻ്റെ സിഗ്നേച്ചർ കൊടുക്കുക, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഫോമും ആപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ പോകേണ്ടതാണ്. നെക്സ്റ്റ് അനക്ഷർ C എന്ന് പറയുന്ന ഈ ഫോമാണ്. ഈ ഫോം ഒരു പാരൻറ്റിന് മാത്രമാണ് കൺസെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അനക്ഷർ C എന്ന് പറയുന്ന ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പാരൻസ് ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ ഒരു പാരൻറ്റിന് മാത്രമേ ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺസെൻറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ കേസിലാണ് നമ്മൾ അനക്ഷർ C എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ അഡ്രസ്സ് ഏതെങ്കിലും വിധത്തിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമുക്ക് പ്രൂഫ് ഓഫ് അഡ്രസ്സായിട്ട് കാണിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഓർ ഇലക്ട്രിസിറ്റി ബില്ല് ഓർ വാലിഡ് റേഷൻ കാർഡ്, അല്ലെങ്കിൽ പാരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പി. ഇനി പറഞ്ഞിരിക്കുന്നത് പാസ്പോർട്ട് 1 വർഷത്തിലേറെയായിട്ട് എക്സ്പയറി ആയിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഇതുവരെയും അത് റിന്യൂ ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ന്യൂസിലാൻഡ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ നിന്നുള്ള ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒപ്പം വെക്കണം. അതുകൂടാതെ എന്തുകൊണ്ട് ഈ പാസ്പോർട്ട് 1 വർഷത്തിനുള്ളിൽ റിന്യൂ ചെയ്തിട്ടില്ല എന്ന് കാരണം കാണിച്ചുകൊണ്ടുള്ള ആപ്ലിക്കൻറ്റിൻ്റെ ലെറ്ററും ഇതിനോടൊപ്പം വെക്കേണ്ടതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതെങ്കിലും കൊറിയർ സർവീസിൽ പോയി 2 കൊറിയർ എൻവലപ്പ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഞാൻ ചൂസ് ചെയ്തത് ന്യൂസിലാൻഡ് പോസ്റ്റാണ്.
അതിൽ ഒരു എൻവലപ്പ് നമ്മുടെ ആപ്ലിക്കേഷനും റിക്വയർഡ് ഡോക്യുമെൻറ്റ്സും ഒറിജിനൽ പാസ്പോർട്ടും വെച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് അയക്കാനുള്ളതാണ്. പാസ്പോർട്ട് ഓഫീസിൻ്റെ അഡ്രസ്സ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത എൻവലപ്പിൽ സെൽഫ് അഡ്രസ്സും പാസ്പോർട്ട് ഓഫീസിൻ്റെ അഡ്രസ്സും എഴുതി ആദ്യത്തെ എൻവലപ്പിൽ വയ്ക്കേണ്ടതാണ്. ഈ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പിലാണ് നമ്മുടെ ന്യൂ പാസ്പോർട്ടും ഓൾഡ് പാസ്പോർട്ടും പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അയക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊറിയർ സർവീസിൽ പറയേണ്ടത് ട്രാക്കിംഗ് ഫെസിലിറ്റിയും സിഗ്നേച്ചർ ട്രാക്കിങ്ങും വേണം എന്നുള്ളതാണ്. സിഗ്നേച്ചർ ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഡെലിവറി ചെയ്യുന്ന സമയം സൈൻ ചെയ്ത് നമുക്ക് പാസ്പോർട്ട് റിസീവ് ചെയ്യാം. അതുകൊണ്ട് പാസ്പോർട്ട് മിസ്സാകാൻ സാധ്യതയില്ല. ഇൻ കേസ് കൊറിയർ മിസ്സാവുകയോ ഡിലേ ആവുകയോ ചെയ്താൽ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുകയില്ല. അതുകൊണ്ട് പാസ്പോർട്ട് കൈപ്പറ്റുന്നതുവരെ നമ്മൾ ട്രാക്കിംഗ് നമ്പർ സൂക്ഷിക്കണം. ആപ്ലിക്കേഷൻ അയക്കാനായി ഓർഡിനറി പോസ്റ്റ് ചൂസ് ചെയ്യരുത്. ഇത്രയുമാണ് പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ. പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുന്നതിനായി അപ്ലൈ ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം CM Square Vlogs.